1 സ്റ്റുഡൻസ്, ഇനി മുതൽ നിങ്ങൾ +1 സ്റ്റുഡൻസ് അല്ല, നിങ്ങൾ ഒഫീഷ്യലി റിസൾട്ട് നിങ്ങളുടെ ജൂൺ 2 വരുന്നുണ്ട്. അപ്പോൾ ജൂൺ 2 മൺഡേ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒഫീഷ്യലി +2 സ്റ്റുഡൻസ് ആണ്. കുറെ ആൾക്കാർ നമ്മുടെ ബാച്ചിലൊക്കെ ഓൾറെഡി പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ നമ്മുടെ ചർച്ചാ വിഷയം നിങ്ങളുടെ +1 റിസൾട്ട് ആണ്. അതെങ്ങനെ കിട്ടും, അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ തീരുമാനം എടുക്കണം, വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ എന്താണ് ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഉള്ളതെന്ന്. ഓക്കെ മക്കളെ, അപ്പം ഈ വീഡിയോയിൽ നമ്മൾ എവിടെ ചെക്ക് ചെയ്യണം, എങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങൾക്കറിയാം നമ്മുടെ +2 ഉയരെ ബാച്ചിലെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പലരും ഇപ്പോഴും ജോയിൻ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ക്ലാസ്സുകൾ കാണുന്നുണ്ട്. പക്ഷേ +2 സ്കൂൾ നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ഈ വരുന്ന തിങ്കളാഴ്ച, അതായത് നിങ്ങളുടെ റിസൾട്ട് വരുന്ന ദിവസം വൈകുന്നേരം കൃത്യം 7 മണിക്ക് വരുന്ന ലൈവിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിലെല്ലാവരും നിങ്ങൾ പങ്കെടുക്കണം. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ വരുന്നതായിരിക്കും, നിങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് റിസൾട്ടിലേക്ക് കിടക്കാം. ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളത്, നിങ്ങളെല്ലാവരും 10ാം ക്ലാസ്സിൽ പല കുട്ടികളും റിസൾട്ടൊക്കെ വന്ന സമയത്ത് നിങ്ങളുടെ റിയാക്ഷൻ വീഡിയോ എടുത്ത് ഞങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ +1 റിസൾട്ട് വരുന്ന സമയത്തും അങ്ങനത്തെ ഒരു റിയാക്ഷൻ വീഡിയോ എടുത്ത് നിങ്ങളുടെ അടുത്ത് അയക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ശ്രമിക്കുക. ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്യാൻ മറക്കരുത്. ഇനി റിയാക്ഷൻ വീഡിയോ എടുത്താലില്ലെങ്കിലും ലിങ്ക്, വേറൊരു ലിങ്കും കൂടി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഗൂഗിൾ ഫോം. അതിൽ നിങ്ങളുടെ റിസൾട്ട് ഞങ്ങളെ അറിയിക്കണം. ഓക്കെ, നിങ്ങളുടെ ഉയരെ ബാച്ച് സ്റ്റുഡൻ്റ് ആണോ, അഗ്നി ബാച്ച് സ്റ്റുഡൻ്റ് ആണോ, അല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റുഡൻ്റ് ആണോ എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ കൊടുത്ത് നിങ്ങൾ എന്തായാലും നിങ്ങൾ അറിയിക്കണം. അത് നിങ്ങൾ മറന്നു വരുന്നത് അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. കാരണം ഒരു വർഷം മൊത്തം നമ്മൾ പഠിപ്പിച്ചു, 10-20 മണിക്കൂറുകൾ നമ്മൾ പഠിപ്പിച്ചു. നിങ്ങൾ ആകെ ചെയ്യേണ്ട അതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം, ആ റിസൾട്ട് ഒന്ന് ഞങ്ങൾ അറിയിക്കുക. അത്രേ ഉള്ളൂ ഞങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് റിസൾട്ട് എങ്ങനെ നോക്കണം എന്നുള്ള കാര്യത്തിലേക്ക് കിടക്കാം. ആൻഡ് റിസൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മക്കളെ. റിസൾട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി കുറേ വെബ്സൈറ്റുകളുണ്ട്, ഓരോന്നും ചെക്ക് ചെയ്തോ. ഓക്കെ, എല്ലാം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള പോലെ ലോഡിംഗ് ടൈം പ്രശ്നം ഉണ്ടാവും, കുറേ ഉണ്ടാവും. ഒരു 1/2-3 മണിക്കൂർ നോക്കുക. പിന്നെ ഈ ആപ്പ് സഫലം ആപ്പിലായിരിക്കും കുറച്ചുകൂടി പെട്ടെന്ന് ചിലപ്പോൾ കിട്ടുക. പിന്നെ നമ്മൾ എൻ്റർ ചെയ്യേണ്ട സാധാരണ ഡീറ്റെയിൽ, നിങ്ങളുടെ റോൾ നമ്പർ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ടെൻഷൻ അടിച്ച് തെറ്റിടുന്ന കറക്റ്റ് ഇട്ടാൽ മതി. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് 10ാം ക്ലാസ് പോലെയല്ല, നിങ്ങൾക്ക് ഓരോ മാർക്ക് കൗണ്ട് ചെയ്യും. ആൻഡ് ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് എല്ലാവരും വരുത്തുക. നിങ്ങൾ മാർക്ക് നോക്കുമ്പോൾ പൊതുവെ ഏറ്റവും റൈറ്റിലാണ് നമ്മുടെ ടോട്ടൽ മാർക്സ് വരിക. ഇവിടെ നോക്കിയേ, ഇംഗ്ലീഷ് എവിടെ ടൈപ്പ് ഇംഗ്ലീഷ് നിങ്ങൾ 20 മാർക്ക് ഇവിടെ, 80 മാർക്ക് ഇവിടെ, ടോട്ടൽ 100 മാർക്ക് കിട്ടി. ഇത് മാക്സിമം മാർക്സാണ്. ഇവിടെ ഒരു കുട്ടിക്ക് മാക്സിമം കിട്ടാൻ പറ്റുന്ന മാർക്സ് ഔട്ട് ഓഫ് ടോട്ടൽ ആ പറയുന്ന മാർക്കാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും ഇവിടുത്തെ മാർക്ക്. അപ്പം അതൊന്ന് സൂക്ഷിക്കുക. ചിലവർക്ക് ഇത് കണ്ട് ഓൾറെഡി ഭയങ്കര സന്തോഷമായിട്ട് പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ സങ്കടം അതാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ മക്കളെ, അപ്പൊ അത്രേ ഉള്ളൂ. 3 മണിക്ക് കൃത്യമായിട്ട് അത് നോക്കുക. പിന്നെ ഒബ്വിയസ്ലി അലൻ സാർ പറഞ്ഞ പോലെ തന്നെ സൈറ്റ് ഒക്കെ ഹാങ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റിലാക്സ് ചെയ്യുക. വീണ്ടും റീലോഡ് ഞെക്കിയതുകൊണ്ട് വരാൻ പോകുന്നില്ല. അപ്പം പേഷ്യൻ്റ് ആയിട്ട് ഇരിക്കുക എന്നാണ് ചെയ്യേണ്ടത്. റിലാക്സ് ചെയ്യുക. പിന്നെ ടെൻഷനൊക്കെ ഉണ്ടാവും. ആ ടെൻഷൻ ഉണ്ടായിക്കോട്ടെ. പക്ഷെ അതിൻ്റെ മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഇപ്പം തന്നെ ആ ടെൻഷൻ പരിപാടിയൊന്നും നിങ്ങൾ ചെയ്യേണ്ട. കാരണം മാർക്ക് അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. നിങ്ങൾ കാണുക എന്നുള്ള ഒരു സ്റ്റെപ്പ് മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ ഇവർക്ക് ചെയ്യാമെന്നൊരു കാര്യം, നിങ്ങൾക്ക് ഈ ടെൻഷൻ ഉണ്ടല്ലോ, അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഈ റിസൾട്ട് മാറ്റർ ചെയ്യുന്നുണ്ട്. ആൻഡ് +1 520 മാർക്കാണ് നിങ്ങൾക്ക് മാറ്റർ ചെയ്യുക, +2 680. അപ്പോൾ ഈ ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നാളെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് മറക്കരുത്. നല്ലതാണേലും മോശമാണേലും. കാരണം +2 ഇതിനെക്കാട്ടും ടെൻഷൻ ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് സ്കൂളിൽ ഒരു ചാൻസ് കിട്ടുന്നത്. അപ്പോൾ +2 നിങ്ങൾ ഈ ടെൻഷൻ ചാനലിൽ നന്നായിട്ട് പഠിക്കാൻ നോക്കുക. കുറേ കുട്ടികൾ ഓൾറെഡി പഠിച്ചും തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ആ കാര്യം മറക്കരുത്. യെസ്, മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് +1ന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചാൻസ് ഇനിയും വരുന്നതായിരിക്കും +1 ഇമ്പ്രൂവ്മെന്റ് പരീക്ഷയിലൂടെ. +2ൽ അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് +2 നിങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കൺട്രോളുള്ള കാര്യം. ആ കൺട്രോളുള്ള കാര്യം മര്യാദയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓവറോൾ +1 +2 ഇതിൻ്റെ പെർസെൻറ്റേജും അതുവഴിയുള്ള അതിൻ്റെ ഗ്രേഡും നന്നായിട്ട് ഉയർത്താൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, തിങ്കളാഴ്ചത്തെ ലൈവ് ഇവൻറ്റിൽ വരിക. പിന്നെ അതിൽ ഞാൻ പറയാൻ പോകുന്നതിന് ഇത്രേ ഉള്ളൂ, നേരത്തെ പഠിച്ചു കൊടുക്കണം. എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരും. പക്ഷേ ബേസിക് കാര്യം നേരത്തെ പഠിച്ചു കൊടുക്കുന്നതാണ്. അത് നിങ്ങൾ ഓൾറെഡി ഉയരെ ബാച്ചിൽ പഠിക്കുന്ന കുട്ടികളാണ്, നിങ്ങൾ ഓൾറെഡി പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ. ഉയരെ ബാച്ചിൽ പഠിച്ച കുട്ടികളാണ് ഇവരല്ല, ഇവർ നിങ്ങളുടെ ബാച്ചിലൂടെ പഠിച്ച് +1 ഫുൾ മാർക്ക് വാങ്ങിച്ച കുട്ടികളാണ്. +1 മാത്രമല്ല +2 നമ്മുടെ ഫുൾ മാർക്ക് കിട്ടിയ 2 കുട്ടികളാണ് ഈ വർഷം ഉണ്ടായിരുന്നത്. ഫുൾ മാർക്ക് മാത്രമല്ല, ജസ്റ്റ് ഫുൾ മാർക്കൊക്കെ മിസ്സായ പല കുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെ ഗംഭീര റിസൾട്ട് ഉണ്ടാക്കിയ ബാച്ചാണ് നമ്മുടെ +1 ബാച്ചും +2 ബാച്ചും, 2 ബാച്ചുകളും. നിങ്ങളും മര്യാദയ്ക്ക് പഠിക്കാൻ റെഡി ആണെങ്കിൽ ഈ വർഷം നമ്മൾ ഇതിലും ഗംഭീരമായുള്ള റിസൾട്ട് നിങ്ങളിലൂടെ ഉണ്ടാക്കും. അതിലൊരു സംശയമില്ല. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും റെഡി ആയിരിക്കണം. കാരണം നിങ്ങളുടെ കൺട്രോളുള്ള 2 കാര്യങ്ങളേ ഇനിയുള്ളൂ. ഒന്ന് +2ൽ നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു, +2ലെ മാർക്കും, അതേപോലെ തന്നെ +1ൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ സംസാരിക്കാം അതിന് ആ ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ആ കൺട്രോളുള്ള കാര്യം നിങ്ങൾ മാക്സിമം നിങ്ങൾ എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ വരുത്തണം. അത് ഇനിയും ഹോപ്പ് ഉണ്ട് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം.
ഓക്കെ, അപ്പൊ അത്രേ പറയാനുള്ളൂ. ഇവരൊക്കെ നമ്മുടെ പ്ലസ് ടു ഇയർ ബാച്ചിലൊക്കെ പഠിച്ച് വന്ന കുട്ടികളാണ്. പ്ലസ് ടു ഇയർ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഫിസിക്സിലൊക്കെ നമ്മൾ 2 ചാപ്റ്റർ തീർത്തു, മാത്സിൽ 2 ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, അതുകൊണ്ട് ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്തില്ല എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കണം. കാരണം ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ടല്ല നിങ്ങൾക്ക് എന്ത് കിട്ടുക, മാർക്ക് കിട്ടുക. ബാച്ചിൽ ജോയിൻ ചെയ്ത് ഞങ്ങൾ പറയുന്ന പോലെ പഠിക്കുമ്പോഴാണ് കിട്ടുക. ആ ഞങ്ങൾ പറയുന്ന പോലെ പഠിക്കണമെങ്കിൽ നിങ്ങൾ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്താൽ അത് പോസിബിൾ ആയിരിക്കില്ല. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷെ നിങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ. ആൻഡ് മിനിമം ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ ഭയങ്കര സംഭവം ഉണ്ടാക്കിയില്ലെങ്കിൽ എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സിൽ വന്നിരിക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് ഡിഫറൻസ് ഉണ്ടാകും മക്കളെ, ഉറപ്പാണ്. ആ ലൈവ് ക്ലാസ്സിൽ മാത്രം വന്നിരുന്നാൽ തന്നെ നിങ്ങൾക്ക് ഒരു 85-90% കിട്ടും. പിന്നെ നമ്മൾ പറയുന്ന ഹോംവർക്ക് ക്വസ്റ്റൻസും വർക്ക്ഷീറ്റ് ക്വസ്റ്റൻസും പീവാക്കും ചെയ്താൽ 100 ഉറപ്പിച്ചു. ഓക്കെ, കൂടുതലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മൺഡേ ചർച്ച ചെയ്യാം. അവസാനമായിട്ട് ഇത്രേ പറയുന്നുള്ളൂ. +1 റിസൾട്ട് ഞങ്ങൾ അറിയിക്കണം. 2 ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ഒന്നില് കൃത്യമായിട്ട് റിസൾട്ട് അറിയിക്കുക, മറ്റേത് റിയാക്ഷൻ വീഡിയോ പറ്റുമെങ്കിൽ എടുക്കുക, അറിയിക്കുക. ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. അടിച്ചു പൊളിച്ച് നിങ്ങൾക്ക് സൂപ്പർ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങളെ പ്രതീക്ഷ പോലെ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ എൻഡ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം.